അപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, ആവേശം എന്നിങ്ങനെയുള്ള വമ്പൻ ചിത്രങ്ങളുടെയൊക്കെ ഓൺലൈൻ റിലീസ് തീയതി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ മാസം 1-ാം തീയതി തന്നെ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണ് ഡിജോ ജോസ് ആന്റണിയുടെ ഡയറക്ഷനിൽ നിവിൻ പോളി നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന മലയാള ചിത്രം. ഈ ഒരു ചിത്രം നിവിൻ പോളിയുടെ ഒരു കംബാക്ക് ആണ് എന്നൊക്കെ ഇപ്പോൾ ചിലർ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചിത്രത്തിന് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം ചിത്രത്തിന് നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ജൂലൈ മാസം ലാസ്റ്റ് വീക്കുകളൊക്കെ മാത്രമേ പ്രീമിയർ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാള ചിത്രമാണ് ടൊവിനോ നായകനായിട്ട് എത്തിയിട്ടുള്ള നടികർ എന്ന ചിത്രം. പക്ഷേ ഈ ഒരു ചിത്രത്തിന് വളരെ മോശമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം അടുത്ത മാസം, അതായത് ജൂൺ മാസമാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ 3-ാം ചിത്രം ബ്ലസ്സിയുടെ ഡയറക്ഷനിൽ പൃഥ്വിരാജ് ഗംഭീര അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ആടുജീവിതം എന്ന മലയാള ചിത്രമാണ്. ഈ വർഷം മലയാളത്തിൽ വലിയൊരു വിജയമായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു ചിത്രം കൂടിയാണിത്. ഈ ഒരു ചിത്രത്തിന് ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 150 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് എന്ന് ഞാൻ മുമ്പ് വീഡിയോകളിലൂടെയൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ തന്നെ ഈ ഒരു ചിത്രം ഈ മാസം, അതായത് മെയ് മാസം ലാസ്റ്റ് വീക്കുകളിലായിട്ട് പ്രീമിയർ ചെയ്യുമെന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അടുത്തത് ഉണ്ണിമൂന്തന്റെ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ജയ് ഗണേഷ് എന്നൊരു മലയാള ചിത്രമാണ്. ഇതൊരു സൂപ്പർ ഹീറോ മൂവി കൂടിയാണ്. ചിത്രത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിപ്പോർട്ടുകളൊക്കെ തന്നെയായിരുന്നു ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ആമസോൺ പ്രൈം ആണ് ഏറ്റെടുത്തുള്ളത് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രം ഈ മെയ് മാസം 2nd വീക്കിലോ അല്ലെങ്കിൽ 3rd വീക്കിലോ ആയിട്ട് പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ദിലീപേട്ടന്റെ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണ് പവി കെയർ ടേക്കർ എന്ന ചിത്രം. ഇതൊരു കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റിപ്പോർട്ടുകളൊക്കെ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ജൂലൈ മാസം ഫസ്റ്റ് വീക്കുകളിലൊക്കെ ആയിട്ട് മാത്രമേ പ്രീമിയർ ചെയ്യുകയുള്ളൂ. ആർ മാധവൻ, അജയ് ദേഗ്, ജ്യോതിക എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ഹിന്ദി ചിത്രമാണ് ഷെയ്ത്താൻ എന്ന ചിത്രം. ഇതൊരു ഹൊറർ ത്രില്ലർ ചിത്രം കൂടിയാണ്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് മുതൽ പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വിജയ് ആന്റണി പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള പുതിയൊരു തമിഴ് ചിത്രമാണ് റോമിയോ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ആഹാ തമിഴാണ് എന്നിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ആഹാ തമിഴ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു ചിത്രം ഈ മാസം, അതായത് മെയ് മാസം പകുതിയോടുകൂടി തന്നെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിന്റെ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ന്യൂ എംപയർ എന്ന പുതിയ ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന് ഇന്ത്യയിൽ നിന്നെല്ലാം മികച്ച റിപ്പോർട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോ എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ വരുന്ന മെയ് 14-ാം തീയതി മുതൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലായിട്ട് ഇന്ത്യയിൽ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അടുത്തത് ഈ വിഷുവിന് കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത് വലിയൊരു വിജയമായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണ് ആവേശം എന്ന മലയാള ചിത്രം. ഇതൊരു ഗംഭീര കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. ഈ ഒരു ചിത്രത്തിൽ ഫഹദ് ഫാസിൽ ജംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗംഭീര ക്യാരക്ടർ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ചിത്രത്തിന് ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 130 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ആമസോൺ പ്രൈം ആണ്. അപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രം ഈ മാസം, അതായത് മെയ് മാസം 10-ാം തീയതി പ്രീമിയർ ചെയ്യുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രം ആമസോൺ പ്രൈമിലൂടെ മെയ് 9-ാം തീയതി തന്നെ പ്രീമിയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള കൺഫേം ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാള ചിത്രമാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. ഈ ഒരു ചിത്രത്തിന് ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 250 കോടി രൂപയ്ക്ക് അടുത്ത് പോലും കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊരു സർവൈവൽ ത്രില്ലർ ചിത്രം കൂടിയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെയൊക്കെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ തന്നെ ഈ ഒരു ചിത്രം ഈ വരുന്ന മെയ് 5-ാം തീയതി മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് അവർ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുപോലുള്ള വമ്പൻ ഓൺലൈൻ റിലീസ് അപ്ഡേറ്റുകളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.